ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഇറ്ററേറ്റേഴ്സ് ഇൻ പൈത്തൺ എന്നാണ്. അപ്പോൾ നമ്മൾ പ്രോഗ്രാമിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ഒന്നിൽ കൂടുതൽ വാല്യൂസ് നമ്മൾ ലിസ്റ്റിൽ, ഡിക്ഷണറിയിൽ, ട്യൂപ്പിളിൽ ഒക്കെ നമ്മൾ സ്റ്റോർ ചെയ്യാറുണ്ട്. ആൻഡ് സംടൈംസ് ചിലപ്പോൾ നമ്മൾ അതിൻ്റെ എല്ലാ വാല്യൂസിനും പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഫോർ ലൂപ്പ് യൂസ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് അതിൽ എന്തെങ്കിലും ഓപ്പറേഷൻസ് ചെയ്യാൻ കാണും. സോ ആ ടൈമിലൊക്കെ നമുക്ക് അറ്റ് എ ടൈമിൽ അതിൻ്റെ ഓരോ എലമെൻ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട്. സോ ഇറ്ററേറ്റേഴ്സിൻ്റെ റോള് വരുന്നത് അവിടെയാണ്. എന്ന് വെച്ചാൽ അറ്റ് എ ടൈമിൽ ഓരോ എലമെൻറ്റിൽ ആയിട്ട് നമുക്ക് റിട്ടേൺ ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇറ്ററേറ്റേഴ്സ് അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബേസിക്കലി നമ്മൾ നോക്കിയാൽ ലിസ്റ്റ്, ട്യൂപ്പിൾ, ഡിക്ഷണറി, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്ട്രിങ്, ഇവരെല്ലാം ഇറ്ററബിൾസ് ആണ് പൈത്തണിൽ. സോ ഇറ്ററബിൾ എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. പൈത്തണിൽ ഇപ്പോൾ നമ്മളൊരു ഒബ്ജക്റ്റ് ഇറ്ററബിൾ ആണെന്ന് പറയുന്നെങ്കിൽ നമുക്ക് അതിൽ ഫോർ ലൂപ്പ് യൂസ് ചെയ്യാൻ പറ്റും ആ ഒരു ഒബ്ജക്റ്റിൽ. ഇപ്പോൾ നമുക്ക് ലിസ്റ്റിൽ ഉപയോഗിക്കാം, സ്ട്രിങ്ങിൽ ഉപയോഗിക്കാം, ഡിക്ഷണറീസിൽ ഉപയോഗിക്കാം. സോ ഏതൊരു ഒബ്ജക്റ്റ് എടുത്താൽ അതിൽ നമുക്ക് ഫോർ ലൂപ്പ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏതൊരു ഒബ്ജക്റ്റിനെയും പൈത്തണിൽ നമുക്ക് ഇറ്ററബിൾ എന്ന് പറയാൻ കഴിയും. ആൻഡ് ഈ ഇറ്ററബിൾ സൈൻ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് ഫോർ ലൂപ്പ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ഒബ്ജക്റ്റിനെ റിട്ടേൺ ചെയ്യാൻ തരത്തില്ല. ആൻഡ് ആ ഒരു ഒബ്ജക്റ്റിൽ നമ്മൾ ഫോർ ലൂപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് അറ്റ് എ ടൈമിൽ ഓരോ വാല്യൂസിനായിട്ട് റിട്ടേൺ ചെയ്ത് തരുന്നത് ഇറ്ററേറ്റർ ഒബ്ജക്റ്റിൻ്റെ ചുമതലയാണ്. സോ ഇറ്ററേറ്റർ ഒബ്ജക്റ്റാണ് അറ്റ് എ ടൈമിൽ ഓരോ വാല്യൂസായിട്ട് നമുക്ക് റിട്ടേൺ ചെയ്ത് തരുന്നത്. അപ്പോൾ അതിനാണ് നമ്മൾ ഇറ്ററേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻറ്റേർണൽ ഇംപ്ലിമെൻറ്റേഷൻ നമ്മൾ നോക്കിയാൽ ഇപ്പോൾ ലിസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏതൊരു മൾട്ടിപ്പിൾ വാല്യൂസ് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഒരു ഡാറ്റ സ്ട്രക്ചർ ആയാലും ഇൻറ്റേർണലി അതിൽ ഒരു സ്പെഷ്യൽ മെത്തേഡ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്, ഇറ്റർ എന്ന് പറയുന്നത്. സോ ഒരു സ്പെഷ്യൽ മെത്തേഡ് $_ഇറ്റർ $_ നമ്മൾ എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. സോ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇൻറ്റേർണലി ഇങ്ങനെ ഒരു മെത്തേഡ് എല്ലാ ഡാറ്റ സ്ട്രക്ചേഴ്സിലും ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നമ്മളൊരു ഫോർ ലൂപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ ലിസ്റ്റിലൊരു ഫോർ ലൂപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ആ ഒരു ഇറ്ററബിൾ എന്ന് പറയുന്ന നമ്മൾ ലിസ്റ്റ് ഒബ്ജക്റ്റിൻ്റെ ഒരു ഇറ്ററേറ്റർ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുകയും ആൻഡ് ആ ഒരു ഇറ്ററേറ്റർ ഒബ്ജക്റ്റാണ് നമുക്ക് അറ്റ് എ ടൈമിൽ ഓരോ വാല്യൂസായിട്ട് നമുക്ക് റിട്ടേൺ ചെയ്ത് തരുന്നത്. ആൻഡ് ഇതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് മെത്തേഡാണുള്ളത്. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്പെഷ്യൽ മെത്തേഡ് $_ഇറ്ററും, പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു മെത്തേഡ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു കസ്റ്റം ഇംപ്ലിമെൻറ്റേഷനൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കാണാം. സോ നമുക്ക് പ്രാക്ടിക്കൽ എക്സാമ്പിൾ കൂടി നമുക്ക് ഇതെങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. സോ ബേസിക്കലി ഞാൻ VS കോഡൊക്കെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇറ്ററേറ്റർ എന്നൊക്കെ പറഞ്ഞ്. ഞാനപ്പോൾ അതിലൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. സോ നമുക്കിവിടെ ഒരു ഇനിഷ്യലി നമുക്കൊരു ലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. ഫ്രൂട്ട്സ് എഴുതിയിട്ട് നമ്പർ കൊടുക്കുന്നത് ആൻഡ് ഓറഞ്ച്. സോ ബേസിക്കലി നമ്മൾ എന്ത് ചെയ്യും, പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫ്രൂട്ട്സ് പ്രിൻ്റ് നമ്മൾ ഇങ്ങനെ പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും ഓരോ ഫ്രൂട്ടായിട്ട് അവിടെ പ്രിൻ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ബേസിക് ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഈ ഫ്രൂട്ട്സ് എന്ന് പറയുന്ന ലിസ്റ്റിൽ നമ്മൾ ഫോർ ലൂപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് ഇറ്റർ എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അതൊരു ഇറ്ററേറ്റർ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യും. ആ ഒരു ഇറ്ററേറ്റർ ഒബ്ജക്റ്റിൽ നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. ഈ നെക്സ്റ്റ് എന്ന് പറയുന്ന മെത്തേഡ് നമ്മൾ ജനറേറ്റേഴ്സിലൊക്കെ കാണുന്നതാണ്. ഇറ്ററേറ്ററും ജനറേറ്ററും തമ്മിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്, രണ്ടും എക്സാക്ട്ലി സെയിം അല്ല. അപ്പോൾ അതൊരു ഇറ്ററേറ്റർ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യും. ആ ഒരു ഇറ്ററേറ്റർ ഒബ്ജക്റ്റാണ് നമുക്ക് ഈ ഒരു ഓരോ ഒബ്ജക്റ്റിനായിട്ട് നമുക്ക് റിട്ടേൺ ചെയ്ത് തരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം അതൊന്ന് കാണാമെന്ന് വെച്ചാൽ ഞാനൊന്ന് ഹൈഡ് ചെയ്തിട്ട് ഇപ്പോൾ ഇൻറ്റേർണലി ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. നമുക്കിപ്പോൾ ഒരു DIR എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട്. ഇൻറ്റേർണലി നമ്മളിപ്പോൾ ഒരു എന്തൊക്കെ ആട്രിബ്യൂട്ട്സ് ഉണ്ട്, എന്തൊക്കെ മെത്തേഡ്സ് ഉണ്ടെന്നൊക്കെ നമുക്കൊരു ഒബ്ജക്റ്റിന് അറിയണമെങ്കിൽ നമുക്ക് DIR എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിക്കാം. നമുക്കിവിടെ ലിസ്റ്റിനെ പാസ് ചെയ്ത് നോക്കാം. ഇത് ബേസ് ക്ലാസ്സിലുള്ള ലിസ്റ്റാണ്. അതിൽ നമ്മൾ നോക്കിയാൽ കണ്ടോ, ഈ ഇറ്റർ എന്ന് പറയുന്ന മെത്തേഡാണ് കോൾ ആവുന്നത്. ഈ ഇറ്റർ എന്ന് പറയുന്ന മെത്തേഡ് ഒരു ഇറ്ററേറ്റർ ഒബ്ജക്റ്റിനെ ജനറേറ്റ് ചെയ്യും. ഈ ഒരു ഇറ്ററേറ്റർ ഒബ്ജക്റ്റാണ് അറ്റ് എ ടൈമിൽ നമുക്ക് ഓരോരോ വാല്യൂസിനായിട്ട് തരുന്നത്. അത് തരാൻ വേണ്ടിയാണ് നെക്സ്റ്റ് എന്നുള്ള മെത്തേഡ് ഉള്ളത്. ഏറ്റവും അവസാനം നമുക്ക് ആക്ച്വലി ഒരു എക്സെപ്ഷൻ റേസ് ആവുന്നുണ്ട്, സ്റ്റോപ്പ് ഇറ്ററേഷൻ എന്നുള്ള എക്സെപ്ഷൻ. പക്ഷേ ഇത് ഇൻറ്റേർണലി പൈത്തൺ ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ആ എക്സെപ്ഷനായിട്ട് ഇവിടെ കാണാത്തത്. ഇപ്പോൾ നമ്മൾ ഈ മുകളിൽ എഴുതിയേക്കുന്ന ഈ ഫോർ ലൂപ്പ് എന്ന് പറയുന്ന ഒരു ഇംപ്ലിമെൻറ്റേഷൻ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ രീതിയിൽ ഒരു ഇറ്ററേറ്റർ ഒബ്ജക്റ്റ് അല്ലാതെ
നമുക്ക് കസ്റ്റമായിട്ട് ജനറേറ്റ് ചെയ്ത് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഫ്രൂട്ട്സ് ഇറ്റർ എന്ന് പറയുന്നത് ഇത് നമ്മൾ 2 മെത്തേഡുണ്ട്. ഇറ്റർ ഉണ്ട്, നമ്മളൊരു ക്ലാസ്സിൻ്റെ അകത്ത് ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ രണ്ടർ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ ഞാൻ ഫ്രൂട്ട്സിനെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രിൻ്റ് ചെയ്യാൻ നോക്കാം. ഇത് നമ്മൾ പ്രിൻ്റ് ചെയ്ത് നോക്കാം. പ്രിൻ്റ് ചെയ്തുകൊണ്ട് നമുക്കിവിടെ കാണുന്നത് ലിസ്റ്റ് ഇറ്ററേറ്റർ ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ ഇങ്ങനെയാണ് ബേസിക്കലി ഫോർ ലൂപ്പ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഈ ഒരു ഫ്രൂട്ട്സ് എന്ന് പറയുന്നതിൽ നിന്ന് ഒരു ഇറ്ററേറ്റർ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യും. ഇവിടെ നമ്മൾ കസ്റ്റമായിട്ട് ഇറ്റർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്തിട്ട് നമ്മളൊരു ഇറ്ററേറ്റർ ഒബ്ജക്റ്റിനെ ഇവിടെ ക്രിയേറ്റ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമ്മളിനി അടുത്ത് നെക്സ്റ്റ് എന്ന് പറയുന്ന മെത്തേഡാണ് അടുത്ത റോൾ വരുന്നത്. ഈ ഇറ്ററേറ്റർ ഒബ്ജക്റ്റിൽ നിന്ന് ഓരോ വാല്യൂസിനായിട്ട് അറ്റ് എ ടൈമിൽ റിട്ടേൺ ചെയ്യാനുള്ള ഉത്തരവാദിത്തം നമ്മുടെ നെക്സ്റ്റ് മെത്തേഡിനാണ്. സോ നമ്മളിവിടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും നമ്മൾ ആദ്യത്തെ ഒബ്ജക്റ്റോടെ നമുക്ക് കിട്ടി. നമ്മൾ 3 എണ്ണമല്ലേ കൊടുത്തിട്ടുള്ളൂ. 3 എണ്ണം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ കഴിയും ആപ്പിൾ, ബനാന, ഓറഞ്ച്. നമ്മുടെ നേരത്തെ ഫോർ ലൂപ്പിൽ എങ്ങനെയാണ് നമ്മൾ കിട്ടിയത് അതേ സെയിം റിസൾട്ടാണ് നമുക്കിവിടെ കിട്ടുന്നത്. സോ ഇന്റേണലി ഇത് ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ കസ്റ്റം നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തന്നതാണ്. ഇപ്പം നമുക്ക് 4ാമതൊരു എലമെൻ്റ് ഇല്ല, പക്ഷെ നമ്മളിവിടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ ഇവിടെ സ്റ്റോപ്പ് ഓപ്പറേഷൻ എക്സെപ്ഷൻ നമ്മൾ റേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ നമ്മൾ ഫോർ ലൂപ്പ് യൂസ് ചെയ്യുമ്പോൾ ഇത് റേസ് ആവുന്നുണ്ട്. 3ൽ കൂടുതൽ 4ാമത് വരുമ്പോൾ ഇത് റേസ് ആവുന്നുണ്ട്. പക്ഷേ പൈതൺ ഇന്റേണലി ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ട് നമുക്കവിടെ പുറത്ത് കാണാൻ കഴിയുന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു ലിസ്റ്റ്, ഡിക്ഷണറി ഇതെല്ലാം ഇറ്ററബിളാണ്. ഇതൊരു ഇറ്ററബിളാണ്. ഓക്കെ, ഇതൊരു ഇറ്ററബിളാണ് ആൻഡ് ഇതൊരു ഇറ്ററേറ്റർ ഒബ്ജക്റ്റാണ്. സോ ഒരു ഇറ്ററബിളിനെ ഇറ്ററേറ്റർ ഒബ്ജക്റ്റായിട്ട് മാറ്റിയിട്ടാണ് അറ്റ് എ ടൈമിൽ ഓരോ വാല്യൂസായിട്ട് നമ്മൾ ഗെറ്റ് ചെയ്യുന്നത്. ഫോർ ലൂപ്പ് അത് ഇന്റേണലി ഒരു ഇറ്ററേറ്റർ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുകയും എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്യുകയും വാല്യൂസിന് നമുക്ക് തരുന്നു. ഇന്റേണലി ആക്ച്വലി ഉള്ള വർക്കിംഗ് ഇങ്ങനെയാണ്. ഫോർ ലൂപ്പ് ഉപയോഗിച്ച സമയം നമ്മളിത് എൻ്റെറായിട്ട് അറിയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ആൻഡ് നമുക്കിപ്പോൾ വേറെ ഇപ്പോൾ എന്തോ ചെയ്യാം. വേറെ നമുക്കിപ്പോൾ ഒരു സ്ട്രിങ്ങിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അതിനകത്ത് വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എല്ലാ ഇറ്ററേറ്റേഴ്സും ഇറ്ററബിൾസാണ്, പക്ഷേ എല്ലാ ഇറ്ററബിൾസും ഇറ്ററേറ്റർ അല്ല. യെസ്, അപ്പോൾ അത് വേറെ കൺഫ്യൂസിങ് ആയിട്ടുള്ള സംഭവമാണ്. ഇപ്പോൾ നോക്കുവാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു നെയിം എടുക്കാം, പൈത്തൺ. ഇപ്പോൾ ഒരു ഇറ്ററബിളാണല്ലോ. നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ ഇതിപ്പോൾ ഒരു എക്സെപ്ഷൻ റേസ് ചെയ്യും. ഇപ്പോൾ ഞാൻ ഈ ഇറ്റർ മെത്തേഡിൻ്റെ അകത്തേക്ക് ഞാനിപ്പോൾ നെയിമിനെ പാസ് ചെയ്തെന്ന്. നോർമലി ഇതൊരു ഇറ്ററേറ്റർ ഒബ്ജക്റ്റ് നമുക്ക് റിട്ടേൺ ചെയ്തതിന് റൈറ്റ്. ഇത് വിഷയമല്ല, വർക്കിംഗ് ആണ്, ഇതൊരു ഇറ്ററേറ്റർ ഒബ്ജക്റ്റാണ്. പക്ഷെ ഞാനിവിടെ ഒരു നമ്പറിനെ പാസ് ചെയ്തെന്ന് വിചാരിക്കാം. അവിടെ അതൊരു ഇറ്ററേറ്റർ ഒബ്ജക്റ്റിന് നമുക്ക് തരത്തിലുണ്ടോ. ഇൻറ്റ് ഒരിക്കലും ഇറ്ററബിൾ അല്ല. സ്ട്രിങ്ങിന് നമുക്ക് ഓരോ വാല്യൂസായിട്ട് നമുക്ക് ഇറ്ററേറ്റ് ചെയ്ത് പോകാൻ കഴിയും. പക്ഷെ ഇൻറ്റ് അത് നമുക്ക് പറ്റത്തില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇന്റേണലി ഇൻറ്റീജർ എന്ന് പറയുന്ന ക്ലാസ്സിൽ ഇങ്ങനെ ഒരു മെത്തേഡിനെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഇതിങ്ങനെ വരുന്നത്. സോ നമുക്കിനി ഒരു എന്ത് ചെയ്യാം, ഒരു കസ്റ്റമായിട്ടുള്ള ഒരു ഇറ്ററേറ്റർ നമുക്ക് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. സോ അതിന് ബേസ് ചെയ്തിട്ട് ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ മൈ ഇറ്ററേറ്റർ എന്ന് പറയുന്ന ക്ലാസ് ഏതാണ്, ഇതിപ്പോൾ എന്താ പറയുക, ഇതിപ്പോൾ നമ്മളിപ്പോൾ പൈതലിലെ റേഞ്ച് ഫംഗ്ഷൻ ഇല്ലേ, അതേപോലത്തെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ നമുക്ക് നോക്കാം. മൈ റേഞ്ച് എന്ന് കൊടുക്കാം. ഓക്കെ, മൈ റേഞ്ച് എന്ന് നോക്കാം. മൈ റേഞ്ച് ഇപ്പോൾ റേഞ്ച് ഫംഗ്ഷനിൽ നമ്മൾ ബേസിക്കലി നമുക്ക് ഒരു ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യാം, 2 ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യാം, 3 ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ എന്താ ചെയ്യാം, 2 ആർഗ്യുമെൻറ്റ് എഴുതാം. ഓക്കെ, സ്റ്റാർട്ട് എഴുതാം, എൻഡ് എഴുതാം. നമുക്ക് അങ്ങനെ ഉപയോഗിക്കാൻ കഴിയും റേഞ്ച് ഫംഗ്ഷൻ. നമുക്കൊരു സ്റ്റാർട്ട് വാല്യൂ പിന്നെ എൻഡ് വാല്യൂവിൻ്റെ ഇടയിൽ നമുക്ക് റേഞ്ച് ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഞാനിവിടെ സെൽഫ് ഡോട്ട് സ്റ്റാർട്ട് ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഞാൻ പറഞ്ഞ മെത്തേഡ് വരുന്നത് സ്പെഷ്യൽ മെത്തേഡായിട്ടുള്ള ഇറ്റർ മെത്തേഡ് വരുന്നത്. ഇറ്റർ മെത്തേഡ് ആക്ച്വലി ഒന്നും ചെയ്യുന്നില്ല. ഒരു ഇറ്ററേറ്റർ ഒബ്ജക്റ്റിനെ ജനറേറ്റ് ചെയ്യും. നമ്മൾ ഫോർ ലൂപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ഇൻറ്റേർണലി ഒരു ഇറ്ററേറ്റർ ഒബ്ജക്റ്റിനെ ജനറേറ്റ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു പറയുന്ന ഒബ്ജക്റ്റിനെ തന്നെ ഇവിടെ നിന്ന് റിട്ടേൺ ചെയ്ത് കൊടുക്കണം. റിട്ടേൺ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ അതൊരു നണ്ണായിരിക്കും ഇവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ അതൊരു എക്സെപ്ഷൻ റേസ് ചെയ്യും. ആൻഡ് ദെൻ അടുത്തുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ നേരത്തെ ഉപയോഗിച്ച നെക്സ്റ്റ് എന്നുള്ള മെത്തേഡിൻ്റെ ഒരു ക്ലാസ് ലെവൽ ഇംപ്ലിമെൻറ്റേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്.
റെൻഡർ നെക്സ്റ്റ് മെത്തേഡ്, അതിൽ നമ്മൾ സെൽഫ് യൂസ് ചെയ്യുക. ബിസിനസ് മെത്തേഡാണല്ലോ. എന്നിട്ട് ഇവിടെ നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യണം. ഇപ്പോൾ ഫോർ ലൂപ്പ് നമുക്കൊരു ഇൻഫൈനൈറ്റ് ആയിട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ നോക്കണം, ഇഫ് സെൽഫ് ഡോട്ട് സ്റ്റാർട്ട് ലെസ് ദാൻ സെൽഫ് ഡോട്ട് എൻഡ് ആണെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് വാല്യൂസ് ഇല്ലുണ്ട്. സെൽഫ് ഡോട്ട് സ്റ്റാർട്ട് പ്ലസ് ഈക്വൽ ടു 1 റിട്ടേൺ വാല്യൂ, നമുക്ക് വാല്യൂ ഇവിടെ റിട്ടേൺ ചെയ്ത് കൊടുക്കാം. അല്ലാത്ത കേസിൽ എന്ത് ചെയ്യുക, നമ്മൾ നേരത്തെ അവിടെ കണ്ട പോലെ തന്നെ റേസ് സ്റ്റോപ്പ് ഇറ്ററേഷൻ. അപ്പോൾ നമ്മൾ റേസ് സ്റ്റോപ്പ് ഇറ്ററേഷൻ എന്ന് പറയുന്ന ഇറ്ററേഷൻ നമ്മൾ റേസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടോ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനൊരു എടുക്കാം, ക്ലാസ്സിലല്ല, റേഞ്ച് ഈക്വൽ ടു മൈ റേഞ്ച് ഓഫ്, നമുക്ക് എത്ര കൊടുക്കാം, 10 തൊട്ട് 20 വരെയുള്ള നമുക്ക് കൊടുക്കാം. അപ്പോൾ ഏതോട്ട് കിട്ടും, 10 തൊട്ട് 19 വരെയുള്ളത് നമുക്ക് കിട്ടണം. ഫോർ ഐ ഇൻ റേഞ്ച്, യെസ്. നമുക്കിവിടെ നിന്ന് നോക്കിയാൽ കാണാം, നമ്മൾ റേഞ്ച് ഫിറ്റ് ഉപയോഗിക്കുന്ന പോലെ തന്നെ 10 തൊട്ട് കേട്ടോ 10 തൊട്ട് 19 വരെയുള്ള നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ജനറേറ്റ് ചെയ്ത ഇന്റേണലിലുള്ള റേഞ്ച് ഫംഗ്ഷൻ്റെ ഒരു ടൈപ്പാണ്. റേഞ്ച് ഫംഗ്ഷൻ നമുക്ക് പൈത്തണിൽ ഒരു ആർഗ്യുമെൻ്റായിട്ട് യൂസ് ചെയ്യാം, 2 ആർഗ്യുമെൻറ്റ്, 3 മോദി നമ്മൾ സ്റ്റെപ്പ് പ്രൊവൈഡ്. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ അങ്ങനത്തെ ഒരു ഇംപ്ലിമെൻറ്റേഷനാണ്. ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു ഇതൊരു ഇറ്ററേറ്റർ ഒബ്ജക്റ്റിനെ റിട്ടേൺ ചെയ്തു. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ആദ്യം ഇൻവോക്ക് ചെയ്യുന്ന ഈ ഒരു മെത്തേഡാണെന്ന് അറിയാൻ വേണ്ടി ഇറ്റർ ഒബ്ജക്റ്റ് ക്രിയേറ്റഡ് ആണ് ഞാനിപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കൊടുക്കാം. ഓക്കെ, കൊടുത്തിട്ട് ഇവിടെ നമുക്കിപ്പോൾ 15 വരെ മതി. അതൊന്ന് ക്ലിയർ ചെയ്യാം. ആൻഡ് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാക്കണ്ട നമ്മളിവിടെ കൊടുത്ത പോലെ ഇറ്റർ ഒബ്ജക്റ്റ് ക്രിയേറ്റഡ് എന്ന് പറയുന്ന ഈ ഒരു പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻ്റ് ആയിട്ടുണ്ട്. വിച്ച് മീൻസ് ഇവിടെ നമ്മൾ ഫോർ ലൂപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഒബ്ജക്റ്റിൽ ഈ ഒരു സ്പെഷ്യൽ മെത്തേഡ് ഇൻവോക്ക് ആവുകയും ഒരു ഇറ്റർ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആവുകയും അതിൻ്റെ ഇറ്റർ ഒബ്ജക്റ്റിൽ നിന്ന് അടുത്ത് എന്ത് ചെയ്യും, നെക്സ്റ്റ് മെത്തേഡ് കോൾ ചെയ്തിട്ട് അടുത്ത ഓരോ ഒബ്ജക്റ്റായിട്ട് നമുക്ക് റിട്ടേൺ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കും. ഏറ്റവും അവസാനം ഒബ്ജക്റ്റ് ഇല്ലാതാകുമ്പോൾ ആ ലിമിറ്റിൻ്റെ താഴെ ആകുമ്പോൾ ഒരു ഇറ്ററേഷൻ സ്റ്റോപ്പ് ഇറ്ററേഷൻ എന്നുള്ള എക്സെപ്ഷൻ റേസ് ആവും. പക്ഷേ ഫോർ ലൂപ്പ് അത് ഇന്റേണലി ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ട് നമ്മളിവിടെ അത് കണ്ടില്ല. ഓക്കെ, സോ ഇങ്ങനെയാണ് ബേസിക്കലി ഒരു ഇറ്ററബിളിൽ നിന്ന് ഒരു ഇറ്ററേറ്റർ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആയിട്ട് നമുക്ക് വാല്യൂസ് ജനറേറ്റ് ആയി കിട്ടുന്നത്. സോ ഒരു സമ്മറി എന്നുള്ള രീതിയിൽ എന്തിനാണ് നമ്മൾ പൈത്തണിൽ ഇറ്ററേറ്റർ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇറ്ററേറ്റർ ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മളൊരു ഇറ്ററബിളിൽ നിന്ന് അറ്റ് എ ടൈമിൽ ഓരോ വാല്യൂസ് ആയിട്ട് നമ്മുടെ ഓപ്പറേഷൻ എന്തിനോ വേണ്ടി നമ്മൾ റിട്ടേൺ ചെയ്തെടുക്കുന്നത്. ആൻഡ് ഇറ്ററബിൾ എന്ന് പറഞ്ഞാൽ പൈത്തൺ ഏതൊരു ഒബ്ജക്റ്റിനെ നമുക്ക് ഇറ്ററബിൾ എന്ന് പറയാം, നമുക്ക് അതിലൊരു ഫോർ ലൂപ്പ് യൂസ് ചെയ്യാൻ കഴിയണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആൻഡ് നമ്മളിപ്പോൾ ഒന്നിൽ കൂടുതൽ വാല്യൂസ് യൂസ് ചെയ്യുന്ന ലിസ്റ്റ്, ഡിക്ഷണറി, ട്യൂപ്പിൾ ഇതേപോലത്തെ ഡാറ്റ സ്ട്രക്ചേഴ്സിൽ നിന്ന് അറ്റ് എ ടൈമിൽ നമുക്ക് ഓരോ വാല്യൂസായിട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ ഫോർ ലൂപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് അതൊരു ഇറ്റർ എന്ന് പറയുന്ന ഒരു മെത്തേഡിനെ കോൾ ചെയ്യുകയും ഒരു ഇറ്ററേറ്റർ ഒബ്ജക്റ്റിനെ ജനറേറ്റ് ചെയ്യുകയും ആ ഒരു ഇറ്ററേറ്റർ ഒബ്ജക്റ്റിൽ നിന്ന് അടുത്ത് നെക്സ്റ്റ് എന്ന് പറയുന്ന മെത്തേഡിനെ കോൾ ചെയ്ത് ഓരോ വാല്യൂസായിട്ട് നമുക്ക് റിട്ടേൺ ചെയ്ത് തരികയും ചെയ്യും. ഏറ്റവും അവസാനം അത് സ്റ്റോപ്പ് ഇറ്ററേഷൻ എന്ന് പറയുന്ന ഒരു എക്സെപ്ഷൻ റേസ് ചെയ്ത് ഫോർ ലൂപ്പ് അത് ഇന്റേണലി ഹാൻഡിൽ ചെയ്തുകൊണ്ട് നമ്മൾ എറർ കാണുന്നില്ല. അങ്ങനെയാണ് പൈത്തണിൽ നമ്മൾ ഇറ്ററബിൾസിൽ നിന്ന് ഓരോ വാല്യൂസ് എടുക്കുമ്പോൾ ഇത് വർക്ക് ചെയ്യുന്നത്. സോ ഈ വീഡിയോയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ജനറേറ്റേഴ്സിനും ആക്ച്വലി ഈ ഒരു മെത്തേഡ് ഉണ്ട് നെക്സ്റ്റ് എന്ന് പറയുന്നത്. സോ അത് ആക്ച്വലി രണ്ട് ഡിഫറെൻ്റ് ആണ് ഇറ്ററേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ജനറേറ്റേഴ്സിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ അതിൻ്റെ അവസാനം അത് തമ്മിലൊരു കമ്പാരിസൺ കൂടി പറഞ്ഞു തരാം. അപ്പോൾ ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ.